സ്വാഗതം. പ്രധാന വാർത്തകൾ. ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കുന്നംകുളത്ത് ബി.ജെ.പി. പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. മെയ് ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളത്ത് വിവിധ സംഘടനകൾ റാലി നടത്തി. മൂലേപ്പാട് കൊള്ളന്നൂർ കുടുംബയോഗത്തിന്റെ 20ാം വാർഷികം ആഘോഷിച്ചു. ആർത്താറ്റെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന പഠന ക്യാമ്പ് AICC സെക്രട്ടറി PC വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കുന്നംകുളത്ത് ബി.ജെ.പി. പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഇന്നലെ രാത്രി 12 മണിക്ക് മങ്ങാട് പൊന്നത്ത് വെച്ച് ബൈക്കിൽ വരികയായിരുന്ന ബി.ജെ.പി. പ്രവർത്തകരായ രവി മങ്ങാട്, മേപ്പാട്ട് പുരുഷു എന്നിവരെ ഒരു സംഘം CPM പ്രവർത്തകർ തടയുകയും ബൈക്ക് മറിച്ചിട്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കാലിനും കൈയിനും മുറിവേറ്റ രവിയെ കുന്നംകുളം റോയൽ ആശുപത്രിയിലെ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തലയ്ക്ക് വെട്ടേറ്റ പുരുഷുവിനെ കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ രവി മങ്ങാടിനെ കാണാൻ റോയൽ ആശുപത്രിയിൽ ചെന്ന ബി.ജെ.പി. നേതാക്കളായ ശ്രീജിത്ത് കമ്പിപ്പാലം, പുഷ്പൻ മങ്ങാട് എന്നിവരെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ മർദ്ദിച്ചതായി ആരോപണമുയർന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ട പോലീസ് അതിനു പകരം ബി.ജെ.പി. നേതാക്കളെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഉപരോധ സമരത്തിന് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി അംഗം PM ഗോപിനാഥ്, സുഭാഷ് പാക്കത്ത്, KK മുരളി, തിലകൻ എന്നിവർ നേതൃത്വം നൽകി. താമസിക്കുന്ന സമയത്ത് CPMന്റെ അക്രമകാരികൾ കേവലം നമ്മുടെ പ്രവർത്തകരെ മാരകായുധങ്ങളുമായി ആക്രമിച്ചുകൊണ്ട് അവരുടെ ശക്തി തെളിയിക്കുന്നതിനുള്ള ആശയപരമായി തോറ്റ സമയത്ത് കായികപരമായി ശക്തി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുകയുണ്ടായി. അതിന്റെ ഫലമായി നമ്മുടെ പ്രവർത്തകർ, യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത്ത്, അതുമാതിരി തന്നെ പുഷ്പൻ തുടങ്ങിയവർ വിട്ടുകൊണ്ട് മൃതപ്രായനായി കിടക്കുന്ന നമ്മുടെ പ്രവർത്തകനെ കാണുന്നതിന് വേണ്ടിയിട്ട് റോയൽ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഇവിടുത്തെ പോലീസുകാർ, എല്ലാവരും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല, കാരണം നല്ല ഓഫീസർമാരുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് കുന്നംകുളം. പക്ഷെ കാപാലികരന്മാരായി CPMന്റെ പൈസ പറ്റുന്ന ആരിഫ്, ആശിഷ് എന്ന് പറയുന്ന 2 പോലീസുകാർ വളരെ മോശമായി പെരുമാറുകയും ക്രൂരമായി മർദ്ദിച്ച് മൃതപ്രായനായിട്ട് ഇപ്പോ നമ്മുടെ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസിലെ ഇത്തരം തെണ്ടുകളെ ഉപയോഗിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ അവസരത്തിൽ ഒന്നേ പറയാനുള്ളൂ, ഈ ആരിഫും അതുമാതിരി ആശിഷൊന്നും വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല. അതൊക്കെ കാണാനും കാണിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് ആസൂത്രിതമായിട്ടുള്ള കൊല ചെയ്യാനുള്ള ശ്രമമാണ്, രണ്ടാമത്തെ ആക്രമണമാണ് ഇന്നലെ മങ്ങാടുണ്ടായത്. ഒരു വാഹനം ആ വഴിക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ രവിയും അതുപോലെ തന്നെ പുരുഷവും ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. മെയ് ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളത്ത് വിവിധ സംഘടനകൾ റാലി നടത്തി. മെയ് ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളത്ത് വിവിധ തൊഴിലാളി സംഘടനകളുടെ കീഴിൽ റാലി നടന്നു. CITUവിന്റെ നേതൃത്വത്തിലായിരുന്നു റാലി. കുന്നംകുളത്തെ ഇടതുപക്ഷ തൊഴിലാളികൾ റാലിയിൽ പങ്കെടുത്തു. ജയപ്രകാശ്, രഘുനാഥ്, അസീസ്, നാരായണൻ എന്നിവർ റാലിക്ക് നേതൃത്വം കൊടുത്തു. കുന്നംകുളത്ത് നടന്ന INTUC റാലി കോൺഗ്രസ് തൃശൂർ ജില്ലാ സെക്രട്ടറിയും INTUC നേതാവുമായ KC ബാബു ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ നിർവാഹക സമിതി അംഗം CV ജാക്സൺ,
കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജയശങ്കർ, INTUC നേതാക്കളായ വി വേണുഗോപാൽ, അഡ്വക്കേറ്റ് VV രാജീവ്, KV ഗീവർ, BC സക്കറിയ എന്നിവർ റാലിക്ക് നേതൃത്വം കൊടുത്തു. ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന പഠന ക്യാമ്പ് AICC സെക്രട്ടറി PC വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. AICC സെക്രട്ടറി ശ്രീ PC വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരെ ചടങ്ങിൽ ആദരിച്ചു. കോൺഗ്രസ് പ്രവർത്തകർക്ക് പഠന ക്ലാസുകളും ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കന്മാരായ ശ്രീ ജോസഫ് ചാലിശ്ശേരി, TV ചന്ദ്രമോഹൻ, K ജയശങ്കർ, KC ബാബു, CI ഇറ്റിമാത്തു, അഡ്വക്കേറ്റ് TS മായാദാസ്, NK താരുകുട്ടി, അഡ്വക്കേറ്റ് മാത്യു ചാക്കപ്പൻ, വിജയൻ ആർത്താറ്റെ, സാംസൺ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പാട് ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പാട് ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പാട് ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446 145776, 9446 145778. വാർത്തകൾ തുടരുന്നു. മൂലേപ്പാട് കൊള്ളന്നൂർ കുടുംബയോഗത്തിന്റെ 20ാം വാർഷികം ആഘോഷിച്ചു. മൂലേപ്പാട് കൊള്ളന്നൂർ കുടുംബയോഗം ഇന്ന് നടന്നു. കുടുംബയോഗത്തിന്റെ 20ാം വാർഷികമാണ് ഇന്ന് ആഘോഷിച്ചത്. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും പങ്കെടുത്തു.
രാവിലെ 11 മണിക്ക് പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങ് 4 മണി വരെ നീണ്ടുനിന്നു. കുടുംബങ്ങളിൽ നിന്ന് 10, +2 എന്നീ ക്ലാസുകളിൽ കഴിഞ്ഞ വർഷം വിജയികളായവരെ യോഗം അഭിനന്ദിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. നമ്മുടെ ആൾക്കാരെ കൂടി വരുത്തേണ്ട ചുമതലയും കൂടി നമ്മൾ ഏറ്റെടുത്ത് വേണം ഇന്ന് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട വ്യക്തികളുണ്ട് എന്നുള്ളത് ഞാനേറെ സന്തോഷത്തോടെ ഓർക്കുന്നു. വരുന്ന നാളുകളിൽ അടുത്ത വർഷത്തിൽ കൂടുതൽ സജീവമായിട്ട് എല്ലാവർക്കും പങ്കെടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ. എൻ്റെ പേര് ഗീവർന്നാണ്. പട്ടിതർത്താണ് വീട്. ഉക്രുവിൻ്റെ മോനാണ്. 2016 മെയ് 22 ഉറപ്പിക്കലും ഓഗസ്റ്റ് 23 കല്യാണം കഴിഞ്ഞവരാണ്. വൈഫ് നീതു അയനൂരാണ് വീട്. ബെന്നി ലീനയുടെ മോളാണ്. അന്നത്തെ കാര്യങ്ങൾ ഓരോന്നുമൊത്ത് എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. വീട്ടിലെ നടത്തിയാൽ എല്ലാവർക്കും ഏറെ സഹായങ്ങൾ ചെയ്യാറുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബിജെപി പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കുന്നംകുളത്ത് ബിജെപി പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. മെയ് ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളത്ത് വിവിധ സംഘടനകൾ റാലി നടത്തി. മൂലേപ്പാട് കൊള്ളന്നൂർ കുടുംബയോഗത്തിന്റെ 20ാം വാർഷികം ആഘോഷിച്ചു. ആർത്താറ്റെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന പഠന ക്യാമ്പ് AICC സെക്രട്ടറി PC വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.